കേരളത്തിലെ നിപ വൈറസ് ബാധ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാന സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുവെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗി സുരക്ഷിതയ്ക്കും പൊതുജനാരോഗ്യത്തിനുമാണ് മുൻഗണനയെന്നും കേന്ദ്രം. അതേസമയം നിപ്പ രോഗബാധയിൽ കോഴിക്കോട് ജില്ലയിൽ ആശങ്ക തുടരുകയാണ്. രോഗബാധ സ്ഥിരീകരിച്ച 43-കാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ 15 പേർ ക്വാറന്റൈനിലാണ്. ഡൽഹിയിൽ നിന്ന് ആദർശ് ടിഎസും കോഴിക്കോട് നിന്ന് അനഘ ഹർഷനും വിശദാംശങ്ങൾ നൽകും. ആദ്യം ഡൽഹിയിലേക്ക് പോകാം, ആദർശിലേക്കാണ്. ആദർശ്, ഈ കോഴിക്കോട് നിപ്പ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം ഷിഗല്ല ഉൾപ്പെടെയുള്ള മറ്റു വൈറസുകൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഭീതി പരത്തുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ കേരളത്തിലെ ഈ സങ്കീർണമായ ആരോഗ്യ പശ്ചാത്തലത്തെ എങ്ങനെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നത്? നിലവിൽ കേന്ദ്രം നൽകുന്ന വിവരമനുസരിച്ച് സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാന സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. നിപ വൈറസിന്റെ ഫലപ്രദമായിട്ടുള്ള നിയന്ത്രണത്തിനും വ്യാപനം തടയുന്നതിനും മാനദണ്ഡ പ്രോട്ടോകോളുകളും നടപടിക്രമങ്ങളും കർശനമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്നുള്ള കാര്യം അത് നേരത്തെയും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നതാണ്. ഇപ്പോഴും ഈ പ്രത്യേക സാഹചര്യത്തിലും കേന്ദ്ര സർക്കാർ ആ ഒരു ആവശ്യകത അത് ചൂണ്ടിക്കാട്ടുകയും അക്കാര്യം ആവർത്തിച്ച് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. രോഗി സുരക്ഷയ്ക്കും പൊതുജനാരോഗ്യത്തിനുമാണ് മുൻഗണനയെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ കേരളത്തിലെ സാഹചര്യം കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ആവശ്യമുള്ള സഹായങ്ങൾ അത് ഏത് സാഹചര്യത്തിലായാലും അത്തരം സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. എന്തായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേരളത്തിലെ സാഹചര്യം മനസ്സിലാക്കിയതിനു ശേഷം അതിൽ തുടർ നടപടികളിലേക്കും മറ്റുള്ള തീരുമാനങ്ങളിലേക്കും എത്താനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തയ്യാറെടുക്കുന്നതെന്നാണ് ഗൗതം. ഓക്കെ, കോഴിക്കോട്ടെ നിപ സ്ഥിരീകരണം സംബന്ധിച്ച് കാര്യങ്ങൾ വിശദമായി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. കോഴിക്കോട്ടെ സാഹചര്യം അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. ചികിത്സയിലുള്ള 43-കാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇദ്ദേഹവുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ക്വാറന്റൈനിൽ തന്നെ തുടരുകയാണ്. അനഘ ഹർഷൻ വിവരങ്ങൾ നൽകും. അനഘ, ഈ ചികിത്സയിലുള്ള 43-കാരന്റെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ആരോഗ്യം വളരെ മോശമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കോഴിക്കോട് നഗരത്തിൽ എത്രത്തോളം വലിയ ജാഗ്രതയാണ് ഈ നിപ്പയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ നൽകിയിരിക്കുന്നത്? ഗൗതം, നിപ ബാധയെ തുടർന്ന് ചികിത്സയിലുള്ള 43-കാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ 43-കാരനുമായിട്ട് അടുത്ത സമ്പർക്കമുള്ള, അതായത് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 15 പേർ ഹൈ റിസ്ക് ക്വാറന്റൈനിലാണ് ഉള്ളത്. ഈ നിമിഷം അവർ നിരന്തരം ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. അവർക്കാർക്കും തന്നെ പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഈ നിമിഷത്തെ ഏറ്റവും ആശ്വാസകരമായ വാർത്ത. മറ്റൊന്ന്, ഇന്നലെ രാത്രിയാണ് ഈ 43-കാരനായിട്ടുള്ള രാമനാട്ടുകര സ്വദേശി ആയിട്ടുള്ള രോഗി സഞ്ചരിച്ച റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പ്രധാനമായും കോഴിക്കോട് രാമനാട്ടുകര ചുങ്കം ഭാഗങ്ങളിൽ മാത്രമാണ് ഈ അസുഖം ഉണ്ടായതിനെ തുടർന്ന് ഈ രോഗി വിവിധയിടങ്ങളിൽ സന്ദർശിച്ചത്. കോഴിക്കോട് ചുങ്കത്തെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചുങ്കത്തുള്ള ക്രസന്റ് ആശുപത്രിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ചികിത്സ തേടിയത്. അങ്ങനെ ഈ മാസം ആദ്യം 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ഈ ചുങ്കം അതുപോലെ ക്രസന്റ് ആശുപത്രി ഈ ഭാഗങ്ങളിൽ മാത്രമാണ് ഇദ്ദേഹം സന്ദർശനം നടത്തിയതെന്നാണ് ഈ റൂട്ട് മാപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതും ഒരു ആശ്വാസകരമായ വാർത്തയാണ്. അതായത് മറ്റ് ദൂരദേശങ്ങളിലേക്കൊന്നും തന്നെ ഈ രോഗബാധ ഏറ്റ സമയത്ത് ഇദ്ദേഹം പോയിട്ടില്ല എന്നുള്ളതാണ്. അത് രോഗവ്യാപനത്തിന്റെ ഒരു തോത് കുറയ്ക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ആരോഗ്യവകുപ്പ് പ്രധാനമായും ഇപ്പോൾ ഇന്ന് നടത്തുന്നത് എന്ന് പറയുന്നത് ഇദ്ദേഹം പോയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കും. അതിനുശേഷം ആ സമയത്ത് ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ വിശദാംശങ്ങളും വിവരങ്ങളും ശേഖരിക്കും. അവരെ കൂടി മറ്റ് ക്വാറന്റൈനിലും മറ്റും പ്രവേശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കും എന്നുള്ളതാണ്. അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ രാമനാട്ടുകര ചുങ്കം ഭാഗത്തൊക്കെ തന്നെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ സ്ഥിതി ആശങ്കാജനകം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ജാഗ്രതയാണ് പുലർത്തേണ്ടത് എന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. അനാവശ്യമായി മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും ഒക്കെ സന്ദർശിക്കുന്നത് ഒഴിവാക്കുക എന്നുകൂടി നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാലും 43-കാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലും ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റ്
വിവിധ കണ്ടെയ്ൻമെന്റ് സോണുകളും വിവിധ സ്ട്രക്ചറുകളാക്കി തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഇനി അല്പസമയം കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച ആരോഗ്യ വകുപ്പ് അധികൃതരുമൊക്കെയായി കളക്ടറുമായിട്ടൊരു ചർച്ച നടക്കുമെന്നു കൂടിയാണ് മനസ്സിലാക്കുന്നത്. അതുകൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ളതാണ് ഗൗതം.